മനുഷ്യനെ ആത്മീയമായി സംസ്കരിക്കുന്ന, സമ്പത്തിനേക്കാൾ എനിക്ക് സ്നേഹം എൻ്റെ റബ്ബിനോടാണെന്ന് തെളിയിക്കുന്ന വലിയൊരു അമലാണ് സക്കാത്ത്. നിർബന്ധമായ സക്കാത്തിന്റെ അളവ് വളരെ പെട്ടെന്ന് നിർവഹിക്കാൻ സാധിക്കുന്ന ചെറിയ അളവാണ്. സാധാരണ നമ്മുടെ പല ഇനം സമ്പത്തുകളിലും അതിന്റെ അളവ് വരുന്നത് 2.5%. കുറച്ചിതിൽ പ്രയാസം തോന്നാറുള്ളത് വ്യാപാരികൾക്കാണ്. അവർക്ക് ഏറ്റവും എളുപ്പമായ ഒരു രീതി സക്കാത്ത് അഡ്വാൻസ് ആയി കൊടുക്കുക എന്നുള്ളതാണ്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സക്കാത്ത് ഈ രീതിയിൽ സ്വീകരിച്ചത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഈ രീതി അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്ന രീതി, അത് തന്നെ പല തവണകളായിട്ട് കൊടുക്കുമ്പോൾ സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് പലപ്പോഴും അത് പ്രയാസമായി തോന്നാറുള്ള വ്യാപാരികൾക്ക് അവരുടെ സ്റ്റോക്ക്, ലൈനിലുള്ള പൈസ, കയ്യിലുള്ള കരുതൽ ധനം, ഇത് മൂന്നിന്റെയും കണക്കെടുത്ത് 2.5% കൊടുക്കും. പക്ഷെ അത് ഒറ്റ തവണ ഒരുപക്ഷെ പ്രയാസമാണ് അങ്ങനെ തോന്നുന്നവർക്ക് മുൻകൂറായിട്ട് തവണകളായി കൊടുത്തു വരികയാണെങ്കിൽ ആ സമയമാകുമ്പോൾ പലപ്പോഴും അവർ സക്കാത്തിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടാകും. അത് സദഖയായിട്ട് വർദ്ധിച്ച പ്രതിഫലം ലഭിക്കുന്നതിന് കാരണമായി തീരും. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഒന്ന്, ഈ പരിശുദ്ധമായ അമലുമായി എല്ലാ സമയവും ബന്ധപ്പെട്ട് നിൽക്കാൻ സാധിക്കും. അതുപോലെ എന്തായാലും പല ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കച്ചവടക്കാർ ചെയ്യാറുണ്ട്. ആ ചെലവാക്കുന്ന വകുപ്പുകൾ സക്കാത്തിന് ചേരുന്നതാണെങ്കിൽ സക്കാത്തായിട്ട് നിയത്ത് ചെയ്തുകൊണ്ട് കൊടുക്കുക. അതുപോലെ പല മാസങ്ങളിലായി കൊടുക്കുന്നത് കൊണ്ട് ഏതെങ്കിലും വ്യക്തിയെ ഏതെങ്കിലും മേഖലയിൽ കൈപിടിച്ചുയർത്താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ, അപ്ലിഫ്റ്റ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവരെ ഫീസ് കൊടുത്തോ അല്ലെങ്കിൽ വാടക കൊടുത്തോ മറ്റു കാര്യങ്ങളിലൂടെ അവരെ കൃത്യമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒറ്റ തവണ ടക്ക് എന്ന് പറഞ്ഞ് 2.5% കൊടുക്കാൻ കഴിയുമെങ്കിൽ ഓക്കെ. ഇനി അതല്ല, വലിയൊരു സംഖ്യ വരുന്നു, അത് പ്രയാസമായി തോന്നാറുണ്ടെങ്കിൽ നേരത്തെ ഏകദേശ കണക്കെടുത്ത് സക്കാത്ത് കൊടുത്തു തുടങ്ങുകയും സമയമാകുമ്പം കൊടുത്ത സംഖ്യ സക്കാത്തിനേക്കാൾ കൂടുതൽ വന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാം.